പണിമുടക്കാണ്. പണിമുടക്കിന്റെ ദിവസം താണ്ടെ എങ്ങനെയാണ് പണിമുടക്ക് നമ്മുടെ നാട്ടിൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് കറങ്ങിയിട്ട് വരാം. വീഡിയോ ഫുള്ള് കാണുക. ആ ഒരു ഇതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പാരപ്പള്ളി ജംഗ്ഷനാണ്. ജംഗ്ഷനോട് അടുക്കുന്നതിന് തൊട്ട് മുന്നോട്ട് പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നതാണ്. വേണ്ട ഇതൊക്കെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് 1.5 മണിക്കൂർ 1 മണിക്കൂർ ഒന്ന് കിടന്നിട്ടുള്ളവർക്ക് അറിയാം. ആ ഒരു ഏരിയ ആണ് താണ്ട് ഇത് പാരിപ്പള്ളി. എന്തുകൊണ്ട് ആ പണിമുടക്കിന് അത്രയും ഒരു എന്ത് ചെയ്യാ മൃഗീയത അവിടെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശക്തമായ ഒരു പണിമുടക്ക് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമുക്കൊന്നും കാണാം. അതേപോലെ അണ്ട പണിമുടക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഒറ്റക്കട ഒറ്റക്കട പോലും തുറക്കത്തില്ല. മികച്ച സഹകരണം പണിമുടക്കിന് കണ്ട. അതേപോലെ മറ്റൊരു കാര്യമുണ്ട്, നമ്മളെ പാരിപ്പള്ളി മുക്കട റോഡിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിന്റെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് കണ്ട ഇവിടെ ബ്ലോക്കില്ലാതെ നമുക്ക് പാരിപ്പള്ളി മുക്കട റോഡിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ട ഇപ്പൊ ഒന്ന് നോക്കണം. നിങ്ങളെ ആരെയും എന്തേ കാണുന്നില്ല എന്ന് നോക്കി ഇതാ കിടക്കുന്നു കണ്ട. ഇവിടെ കിടപ്പുണ്ട് പ്രൈവറ്റ് ബസ്സൊക്കെ, അവരൊക്കെ പണിമുടക്കമായിട്ട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് കേട്ടോ. KSRTCയോട് പറയുന്നു വണ്ടി ഇറക്കാം, നിരത്തിൽ ഇറക്കാം, എല്ലാ വണ്ടിയും തന്നെ ഇറക്കാം എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടോ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലീസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാമെന്നും KSRTCയോട് മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് ഞാൻ ഒരൊറ്റ KSRTC ബസ്സിനെ പോലും കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ടില്ല. തെന്നിയും തെറിച്ചുമൊക്കെ പോകുമെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഞാൻ കണ്ടില്ല. ഗതാഗതം, റെയിൽ ഗതാഗതം ഇന്നലെ തന്നെ പോവാം, നടത്താം എന്ന് ഇന്നലെ തന്നെ പണിമുടക്കിന് ആരംഭിക്കുന്ന തൊട്ട് മുന്നോടിയായിട്ട് തന്നെ പറഞ്ഞു. ട്രെയിൻ യാതൊരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടില്ല, ഗതാഗതം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രോപ്പർ ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ ദൂരെയാണ്, ലോങ് ഡെസ്റ്റിനേഷൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ട്രെയിൻ ഗതാഗതം സ്വീകരിച്ചതിന് ശേഷം അവിടെ ചെന്നിട്ട് നിങ്ങൾ പെട്ടുപോകരുത്. അവിടെ പണിമുടക്കിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്നുള്ള യാത്രകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾ പ്രോപ്പറായിട്ട് കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരാനോ മറ്റോ കഴിയില്ല. മാത്രമല്ല ഫുഡ് കഴിക്കണമെങ്കിലോ ചിലപ്പോൾ കടകളൊന്നും തന്നെ കാണത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കടകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. ഓക്കെ, സർക്കാർ ജോലിക്കാരുടെ ശ്രദ്ധയ്ക്കാണ്. നിങ്ങൾക്ക് ഡൈസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ശമ്പളം കിട്ടത്തില്ല. ഇന്നത്തെ ശമ്പളം നിങ്ങളെ കട്ട് ചെയ്തിരിക്കും. അത് സർക്കാർ ഉത്തരവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, താങ്ക് യു.